ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാന് അദ്ദേഹം അല്ലല്ല, നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? നിന്നൊക്കെ ഗുരു കൊണ്ട് പോകൂടാ. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഒരു കാരണവശാലും മാറ്റില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. ഇവൻ എന്നെ മൂടോട്ടാക്കി അടുകൊള്ളുന്നു. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? മതി മതി, ഇത് മതി, ഇത് മതി. നീ മിണ്ടായിരുക്ക. ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. മതി, ഇത് മതി, ഇത് ധാരാളം മതി. ഇത് മതി, ഇത് മതി, ഇത് മതി. ശരി ശരി ശരി. ദർബലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കാക്ക തേങ്ങ പോലും എടുത്ത പോലെ ഉണ്ട്. മതി മതി മതി. പിന്നെ പറയാ, പിന്നെ പറയാ, പിന്നെ പറയാ, പിന്നെ പറയാ. 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ നോക്കി ചിരിച്ചിരിച്ച് എന്റെ കിറി കൃതാവ് വരെ എത്തിയാനെ.